ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്, ഓഫ് ദ റോഡ് 2. അപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കിഡിലും ഗ്രാഫിക്സ് ഒക്കെ ആയിട്ട് ഒരു ഗെയിമാണ്. നിങ്ങൾ ഓഫ് ദ റോഡ് 1 കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അത് കിഡിലും ഗ്രാഫിക്സ് ഒക്കെ ആയിരുന്നു. ഇതിനകത്ത് കിഡിലും ഗ്രാഫിക്സ് ആണ്. ഞാനിപ്പോൾ ലോ ഗ്രാഫിക്സിലിട്ടാണ് കളിക്കുന്നത്, എന്നിട്ടും ഇത്രയും കിഡിലാണ്. ഹൈ ഗ്രാഫിക്സിലിട്ടാൽ ഫോൺ ചിലപ്പം കത്തിപ്പോകും, അതുകൊണ്ടാണ് ഞാൻ ഇടാത്ത. തൽക്കാലം കുറച്ച് സാമ്പിൾസ് ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഫിസിക്സ് തന്നെയാണ്. ഇനി ഒരുപാട് അപ്ഡേറ്റുകൾ വരാനിരിക്കുന്നത്. ഇതുണ്ടോ, ഇടിക്കുമ്പോഴൊക്കെ അത്യാവശ്യം കിഡിലും ഫിസിക്സ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. എന്തുണ്ട്, ക്രാഷ് ആകുമ്പോഴൊക്കെ കിഡിലും ഫിസിക്സാണ് കൊടുത്തത്. അപ്പോൾ ഇത് ട്രക്ക് എടുക്കുകയാണെങ്കിൽ ഇതടക്കം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പിന്നെ ട്രക്കിന് ഓടിക്കുമ്പോൾ ഇതുണ്ട്, ഡോറൊക്കെ പൊളിഞ്ഞ് കിഡിലായിട്ട് നമുക്ക് പൊളിഞ്ഞങ്ങ് കിട്ടും. പിന്നെ നമ്മളുള്ള ഇപ്പോൾ തൽക്കാലമുള്ള സ്പീഡുള്ള വണ്ടി ഇത് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പോയി. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടുള്ള വേറൊരു കാര്യം, നമുക്ക് വണ്ടികൾ വരും. അതാണ് ഇതുണ്ടോ, ഇതിൽ എതിര് നമുക്ക് വണ്ടികൾ വരും. അതായത് ഓപ്പോസിറ്റായിട്ട് 2 വേ പോലെ നമുക്ക് വണ്ടികൾ വരും. പിന്നെ പറയാനുള്ളത് ഇതുണ്ട്, സ്മോക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. കിടിലെ സ്മോക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടയർ കത്തിക്കാൻ പറ്റും. പിന്നെ ഇവർ മോഡിഫിക്കേഷനിൽ കിഡിലെ മാറ്റങ്ങളാണ് വരുത്തിയത്. ഫസ്റ്റ് അപ്ഡേറ്റ് തന്നെ കിഡിലെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ഗെയിം ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ പിന്നെ പ്രീ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് എല്ലാം കിട്ടിയതാണ്. പെയിൻറ്റിൽ തന്നെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സർഫസിൽ നോക്കേണ്ടതുണ്ടോ, എല്ലാം അത്യാവശ്യം കിഡിലും മോഡിഫിക്കേഷനാണ്. നമുക്ക് കയ്യിൽ എണ്ണാൻ പറ്റാത്ത അത്രയും മോഡിഫിക്കേഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുണ്ടാവും, ഇത്രയും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇഷ്ടം പോലെ. സ്റ്റിക്കർ വർക്ക് മാത്രമല്ല, നമുക്ക് ഓരോ സ്റ്റിക്കറും അതിൻ്റെ സൈസും അതിനകത്തുള്ള എഴുത്തും നമുക്ക് ആവശ്യത്തിന് സ്റ്റിക്കർ അടക്കം നമുക്ക് ഉണ്ടാക്കാം ഇതിനകത്ത്. പിന്നെ സ്പോയിലർ, റിയർ ബമ്പർ, എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിന് മാത്രമല്ല, പല വണ്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മോഡിഫിക്കേഷനാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഓഫ് ദ റോഡിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. ഇനി അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം കിഡിലായിരിക്കും. ഇതുണ്ടല്ലോ, ഇത്രയും സംഭവങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കണം. അത്യാവശ്യം കിഡിലും ഗെയിം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കൺട്രോൾസൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കൺട്രോൾസാണ്. ഇതുണ്ട്, സ്റ്റിയറിങ്ങും എല്ലാം നമുക്ക് ഇതാക്കാൻ പറ്റും. ഇതാണ് അലോവിയിലൊക്കെ മറ്റ് ഒരു വലിയൊരു 100 കണക്കിന് അലോവിയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ടയറും അത്യാവശ്യം കുറേ കൊടുത്തിട്ടുണ്ട് ഇവർ. പിന്നെ നമുക്ക് അപ്ഗ്രേഡാണ്, ഇത്ര അപ്ഗ്രേഡൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇത്ര അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് തൽക്കാലം. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇവർ കൊണ്ടുവന്നിട്ടുള്ളൂ. ഈ ഒരു വണ്ടികളൊക്കെ ഇപ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. അടുത്ത അപ്ഡേറ്റിലൊക്കെ ഇവർ ഒരുപാട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് ട്രെയിലേഴ്സ് ഉണ്ട്. നമ്മൾ ഈ കണ്ട ട്രെയിലർ മാത്രമല്ല, അത്യാവശ്യം കിടിലൻ ട്രെയിലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഹെലികോപ്റ്ററാണ്, 3 ഹെലികോപ്റ്ററാണ് ഇപ്പോൾ തൽക്കാലത്തേക്കുള്ളത്. അതുപോലെ തന്നെ ബോട്ട്, പ്ലെയിൻ, എല്ലാ സംഭവവും ഉണ്ട്. പിന്നെ മാപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ. ഏകദേശം ഫോർസ ഹൊറൈസൺ 6 പോലത്തെ മാപ്പാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് തന്നെ നമുക്ക് ആ ഒരു സ്ഥലം തന്നെ നമ്മൾ ഓഫ് ദ റോഡിലെ ഫസ്റ്റ് മാപ്പ് തന്നെയാണ്. അതിനേക്കാളും 100 ഇരട്ടി വലിപ്പമുള്ള മാപ്പാണ് ഇവരിവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത്. മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് പെട്രോൾ അടിക്കണം. ഇനി മുതൽ വണ്ടിക്കൊക്കെ പെട്രോൾ അടിച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഫിസിക്സും ഒറിജിനാലിറ്റിയുമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ക്യാൻ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യാനൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്കിത് റീഫിൽ ചെയ്തിട്ട് ഇത് വണ്ടി കയറ്റിയിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് റീഫിൽ ചെയ്യാം. പിന്നെ ട്രക്കിനായിട്ട് വേറെ കസ്റ്റമൈസേഷൻ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, സ്റ്റിയറിങ് തന്നെ വേറെ ട്രക്കിനായിട്ട് ഇതും. പിന്നെ വേറെ മെയിൻ കാര്യം ചെയ്സാണ്. നമ്മൾ പുറയിൽ ട്രക്കിൻ്റെ ചെയ്സ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ നമുക്കിത് ഇഷ്ടം പോലെ ചെയ്സുകൾ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. തൽക്കാലം ഞാൻ ഈ ചെയ്സ് എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മിലിറ്ററി വണ്ടി പോലെ ആയിട്ടുണ്ട്. എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അത്രയ്ക്കെങ്കിലും ഫീച്ചേഴ്സാണ് ഇതിനകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഞാൻ ഇതിനൊരു 10-9 എന്തായാലും കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.